2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മെഹബൂബിന്റെ ഓർമ്മദിനത്തിൽ പാടി സമകാലികനായ ബിസ്മില്ലാബു. കൊച്ചിയുടെ ജനകീയ ഗായകൻ എച്ച് മെഹബൂബിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ച് മെഹബൂബിന്റെ സമകാലികനായ ബിസ്മില്ലാബു ഭക്തിഗാനമായ മരിക്കുന്നതിന് മുമ്പൊന്ന് പുരാനെ കാബ ഷെരീഫ് കാണാൻ എന്ന ഗാനത്തോടെയായിരുന്നു തുടക്കം. സിനിമയെക്കാളും മെഹബൂബ് എന്ന ഗായകൻ ഇഷ്ടപ്പെട്ടിരുന്നത് കൊച്ചിക്കാരുടെ ഹൃദയത്തിലൂടെ പാടി അലയുക എന്നതായിരുന്നു. മെഹബൂബ് എന്ന ഉറുദു വാക്കിന്റെ അർത്ഥമായ പ്രിയപ്പെട്ടവൻ എന്ന വാക്ക് അർത്ഥവത്താക്കിക്കൊണ്ട് കൊച്ചിക്കാർക്കും മെഹബൂബ് പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം മെഹബൂബ് ഭായ് ആണ്. ഒരു മെഹഫിലിലോ കല്യാണ സദസ്സിലോ പാടുമ്പോഴുള്ള സുഖം സിനിമയിൽ പാടിയാൽ കിട്ടില്ലെന്നായിരുന്നു മെഹബൂബ് പറഞ്ഞിരുന്നത്. മെഹബൂബിനൊപ്പം കല്യാണ വീടുകളിൽ പാടിയിരുന്ന ബിസ്മില്ലാബുവിന്റെ ഗാനങ്ങൾ പഴയകാല ഓർമ്മകളിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോയി. ധ്വനി കൊച്ചിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാനാഞ്ജലി KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേർക്ക്, ഒരുപാട് കലാകാരന്മാർക്ക്, ഗായകർക്ക്, മനുഷ്യഗായകർക്കെല്ലാം ജന്മം നൽകിയ നാടാണ് നമ്മുടെ കൊച്ചി. മെഹബൂബായി ഫോർട്ട് കൊച്ചി പ്രദേശത്ത് ജനിച്ച് പാട്ടുകളെല്ലാം പാടി ഒരു കാലഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്ത് കല്യാണ വീടുകളിലെ പാട്ട് പാടുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ ഹരമെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പാടി നന്നായി തെളിഞ്ഞ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നുകൊണ്ടിരുന്നു. 36 സിനിമകളിൽ, മലയാളം സിനിമകളിൽ ചലച്ചിത്രകാലമെല്ലാം പാടി. ആ പാട്ടുകളൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞ കവിത്തോടെ നിൽക്കുകയാണ്. യേശുദാസിൻ്റെ പഴയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം പോലെ തന്നെയാണ് മെഹബൂബായുടെ ഗാനം കേൾക്കുമ്പോൾ ഇന്നും ആ പാട്ടുകൾക്ക് ഒന്നും സംഭവിക്കാതെ നല്ല ഗാനം. KM ഹസൻ, MM സലീം, PM സിറാജ്, കൗൺസിലർ M ഹബീബുള്ള എന്നിവർ സംസാരിച്ചു. അപ്പോഴൊക്കെ തന്നെ പുതിരോട് ജംഗ്ഷനിൽ നമുക്ക് എല്ലാവരുടെ ബന്ധങ്ങളും പുതിരോട് തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നതൊക്കെ തന്നെ. നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ പായിട്ട് പാട്ട് കേൾക്കുന്നതിൽ മറിച്ച് പാടാൻ പറ്റിയ ഒരാൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. എന്തായിരുന്നാലും ഈ 43-ാം ദിനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ KJ മാക്സി MLA ബിസ്മില്ലാബുവിനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.